എടവിലങ്ങിലെ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ആർഡിഒ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. വീടുകൾക്കു നേരെ നടന്ന ആക്രമണത്തിന് ശേഷം സമീപ പ്രദേശത്ത് ഉടലെടുക്കുന്ന സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് ആർഡിഒയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. അക്രമികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ടാവില്ലെന്ന് യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ ദിവസം എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ പുത്തൻകാട്ടിൽ പ്രതാപന്റെയും ഉഴുന്നുംകാട്ടിൽ പോളിന്റെയും വീടുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശേഷം സമീപ പ്രദേശത്ത് ഉടലെടുക്കുന്ന സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ആർഡിഒയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നും അക്രമികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ടാവില്ല എന്നും യോഗത്തിൽ തീരുമാനമായി. നാട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ആവശ്യമായ എല്ലാ പിന്തുണയും പോലീസ് നൽകുമെന്നും യോഗത്തിൽ തീരുമാനമായി. ഇ.ടി. ടൈസൺ എം.എൽ.എ, കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. കൈലാസൻ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മുസ്താഖ് അലി, മുജീബ് റഹ്മാൻ, പി.എസ്. അനിൽകുമാർ, മനോജ്, സജീവൻ, യൂസഫ് പടിയത്ത്, വേണു വെണ്ണറ, എം.പി. ജോബി, കെ.എ. തോമസ്, നിസാർ മാടവന, റഹീം പള്ളത്ത്, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, ഡിവൈഎസ്പി പി ബിജുകുമാർ, അഡീഷണൽ ഡിവൈഎസ്പി സിനോജ് ടി.എസ്, സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ ബി.കെ എന്നിവരും ആർഡിഒ ഷാജി പി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം.